വൻതുക വാടക വരുന്ന കോർപ്പറേഷന്റെ കെട്ടിടം കേവലം 872 രൂപയ്ക്ക് MLA ഓഫീസായി ഉപയോഗിച്ച് VK പ്രശാന്ത്. ആർ ശ്രീലേഖയുടെ ഫോൺ കോൾ വളച്ചൊടിച്ചതു. ചോദ്യങ്ങൾ നിരവധിയാണ്. ആർ ശ്രീലേഖയുടെ ഫോൺ കോൾ വളച്ചൊടിച്ച CPMന്റെ ദുഷ്പ്രചാരണമാണോ എന്ന ചോദ്യവുമുണ്ട്. ഏതായാലും നന്മമരത്തിന്റെ കള്ളി ഇപ്പോൾ വെളിച്ചത്തായി എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേരാണ് VK പ്രശാന്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കോർപ്പറേഷൻ കൗൺസിലർ ഓഫീസായി പ്രവർത്തിക്കാൻ ലഭിച്ച കുടിസുമുറിയിലെ സ്ഥലപരിമിതി ചൂണ്ടിക്കാട്ടി വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് കൈവശം വച്ചിരിക്കുന്ന കോർപ്പറേഷൻ വക കെട്ടിടം ഒഴിഞ്ഞു തരണമെന്ന് അഭ്യർത്ഥിച്ച് ശാസ്തമംഗലം കോർപ്പറേഷൻ കൗൺസിലർ ആർ ശ്രീലേഖ. കഴിഞ്ഞ ദിവസം രാവിലെയാണ് ശ്രീലേഖ VK പ്രശാന്തിനോട് MLA ഓഫീസായി ഉപയോഗിക്കുന്ന കോർപ്പറേഷൻ വക കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന കൗൺസിലർ ഓഫീസിന്റെ പരിമിതി ചൂണ്ടിക്കാട്ടി തന്നെ കൂടി ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിച്ചത്. ഒരേ കെട്ടിടത്തിലാണ് കൗൺസിലറുടെ ഓഫീസും MLAയുടെ ഓഫീസുമെങ്കിലും ആ കെട്ടിടത്തിന്റെ 90% ഭാഗങ്ങളും MLA ഓഫീസായി ഉപയോഗിക്കപ്പെടുന്നു. വളരെ ചെറിയൊരു മുറി മാത്രമാണ് കൗൺസിലർക്കുള്ളത്. അവിടെ 4 കസേര ഇടാൻ പോലും പറ്റില്ല. ഫയലുകളും മറ്റും വയ്ക്കുന്ന ഷെൽഫ് ടോയ്ലറ്റിലേക്ക് കടത്തിവെക്കേണ്ട സാഹചര്യമാണുള്ളത്. ഈ പര്യാപ്തതയുടെ വെളിച്ചത്തിലാണ് കോർപ്പറേഷൻ വക കെട്ടിടം ചെറിയ തുക വാടകയ്ക്ക് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന MLAയോട് തന്നെ കൂടി പരിഗണിക്കണമെന്ന് ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറായ ആർ ശ്രീലേഖ അഭ്യർത്ഥിച്ചത്. എന്നാൽ വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഈ വിവരം മറ്റൊരു രീതിയിൽ മാധ്യമ സമക്ഷത്തിൽ എത്തിക്കുകയായിരുന്നു. താനും കോർപ്പറേഷനും തമ്മിൽ കരാറുണ്ടെന്നും ആ കരാർ പ്രകാരമുള്ള കാലാവധി കഴിയുന്നതുവരെ ഒഴിയില്ല എന്നുമാണ് പ്രശാന്ത് പറയുന്നത്. കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് കെട്ടിടം ഒഴിയണമെന്ന് ആർ ശ്രീലേഖ ഭീഷണി മുഴക്കിയെന്നോ നിർബന്ധം പിടിച്ചുവെന്നോ ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള VK പ്രശാന്തിന്റെ വളച്ചുകെട്ടിയുള്ള അവതരണം. എന്നാൽ കോർപ്പറേഷനുമായുള്ള കരാർ സംബന്ധിച്ച യാതൊരു രേഖകളും VK പ്രശാന്ത് പുറത്തുവിട്ടിട്ടില്ല. MLA ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനുൾപ്പെടെ ഏതാണ്ട് 70,000 രൂപ MLAമാർക്ക് അലവൻസ് ഉള്ളതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 872 രൂപ വാടകയ്ക്കാണ് VK പ്രശാന്ത് ശാസ്തമംഗലത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷന്റെ കെട്ടിടം MLA ഓഫീസാക്കി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 7 വർഷമായി VK പ്രശാന്ത് ഈ കെട്ടിടം നന്നേ ചെറിയ തുക വാടകയ്ക്ക് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർ ശ്രീലേഖയുടെ സ്നേഹബുദ്ധിയായുള്ള അഭ്യർത്ഥനയോടുള്ള VK പ്രശാന്തിന്റെ അപലപനീയമായ പ്രതികരണം MLAക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിനായി ലഭിക്കുന്ന അലവൻസും ശാസ്തമംഗലത്തെ മുറിയുടെ വാടകയ്ക്കായി പ്രശാന്ത് അടയ്ക്കുന്ന നന്നേ ചെറിയ തുകയും തമ്മിലുള്ള ഭീമമായ അന്തരം ചർച്ചയായിട്ടുണ്ട്. MLAക്ക് മണ്ഡലത്തിൽ എവിടെയും ഓഫീസ് തുറക്കാമെന്നിരിക്കെ ശാസ്തമംഗലം വാർഡിലെ കൗൺസിലറിനായി അനുവദിച്ച അതേ കെട്ടിടം തന്നെ താൻ തുടർന്നും ഉപയോഗിക്കുമെന്ന ഭീഷണി സ്വരമാണ് പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ് വിമർശനം. കൗൺസിലറുടെ ഓഫീസിൽ ഫയലുകളും മറ്റും വയ്ക്കുന്ന ഷെൽഫ് ടോയ്ലറ്റിലേക്ക് കടത്തി വെച്ചിരിക്കുകയാണെന്നുള്ള വസ്തുത മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് അപഹസിക്കുന്ന മറുപടിയാണ് VK പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കൂടാതെ കേവലം 872 രൂപയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഓഫീസ് ഒഴിപ്പിക്കാൻ കോർപ്പറേഷൻ ശ്രമിച്ചാൽ നേരിടുമെന്നുള്ള ഭീഷണിയാണ് VK പ്രശാന്ത് മുഴക്കുന്നത്. ആർ ശ്രീലേഖ നേരിട്ട് ഫോണിൽ വിളിച്ച് നടത്തിയ സൗഹാർദ്ദപരമായ സംഭാഷണം മികച്ച ദുരുദ്ദേശപരമായി മാധ്യമങ്ങൾക്ക് നൽകുകയും ബുൾഡോസർ രാജാണ് ഇതെന്നൊക്കെ പ്രസ്താവന ഇറക്കുകയും ചെയ്ത VK പ്രശാന്തിന്റെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ വെളിവായിരിക്കുന്നത് എന്നാണ് വിമർശനം. അതിന് പിന്നാലെ K ശ്രീലേഖ മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി ശാസ്തമംഗലത്തെ കൗൺസിലറിനായി അനുവദിച്ചിരിക്കുന്ന കുടിസുമുറി കാണിച്ചു കൊടുക്കുകയും അതേ തുടർന്ന് മീഡിയ പ്രവർത്തകർ VK പ്രശാന്തിന്റെ വളരെ വലിയ ഓഫീസ് മുറി സന്ദർശിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരോടൊപ്പം അവിടെ എത്തി VK പ്രശാന്തിനെ കണ്ട ആർ ശ്രീലേഖ പ്രശാന്തിനെ താൻ തന്റെ അനിയനെ പോലെയാണ് കണ്ടിരിക്കുന്നതെന്നും തങ്ങൾ തമ്മിൽ മികച്ച സൗഹാർദ്ദത്തിലാണ് കഴിയുന്നതെന്നും പറയുകയും VK പ്രശാന്തിന് ഹസ്തദാനം നൽകി ഫോട്ടോ എടുത്ത് പിരിയുകയും ചെയ്തു. ശ്രീലേഖയുടെ ധിക്കാരവും അഹങ്കാരവും വക വെച്ചു കൊടുക്കില്ല. ഓഫീസ് ഒഴിയാൻ പറയാൻ ഒരു കൗൺസിലർക്ക് എന്ത് അധികാരമെന്ന് ശിവൻകുട്ടി. VK പ്രശാന്ത് MLAയുടെ ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിപ്പിക്കൽ വിവാദത്തിൽ ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി. MLA ഓഫീസ് ഒഴിയാൻ പറഞ്ഞാൽ എന്ത് അധികാരമാണ് ശ്രീലേഖയ്ക്കുള്ളതെന്ന് V ശിവൻകുട്ടി ചോദിച്ചു. ഒരു കൗൺസിലർക്ക് അത് പറയാൻ അവകാശമില്ല. അധികാരമേറ്റ് 3 ദിവസമായപ്പോൾ ഗുജറാത്ത് UP മോഡൽ നടപ്പിലാക്കാനാണ് ശ്രമം. ധിക്കാരവും അഹങ്കാരവും വകവെച്ചു കൊടുക്കില്ല. DGP വിചാരിച്ചാൽ പോലും MLA ഓഫീസ് ഒഴിപ്പിക്കാൻ കഴിയില്ല. പിന്നെയാണോ കൗൺസിലർ എന്നും ശിവൻകുട്ടി ചോദിച്ചു.